ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ശാസ്ത്രങ്ങളിൽ പറയുന്നു, മക്കളുണ്ടായാൽ മാതാപിതാക്കൾ മരിച്ചാലും അവർക്ക് സ്വർഗം ലഭിക്കും എന്ന്. മക്കളില്ലാത്തവർ നരകത്തിലാകും എന്ന്. ഇങ്ങനെ ഒരു വാക്ക് ശാസ്ത്രങ്ങളിൽ പറയാൻ കാരണം അന്ന് ജനസംഖ്യ വളരെ കുറവായിരുന്നു. വിവാഹം ചെയ്ത് മക്കളുണ്ടായാൽ മാത്രമേ ഇവിടെ പ്രജകൾ വർദ്ധിക്കുകയുള്ളൂ. അപ്പോൾ വിവാഹം ചെയ്യാനും മക്കളുണ്ടാവാനും ഒരു പ്രേരണയ്ക്ക് വേണ്ടിയാണ് ഇത്തരം ചില വാക്കുകൾ വേദങ്ങളിൽ പറയപ്പെട്ടത്. പ്രലോഭനം എന്നാണ് അതിന് പറയുന്നത്. പ്രലോഭിപ്പിക്കുക. നമ്മൾക്ക് എന്ത് തോന്നിവാസം ചെയ്താലും മക്കളുണ്ടെങ്കിൽ അവർ ബലിക്രിയ ചെയ്താൽ നമുക്ക് ഗതി കിട്ടും എന്ന് കരുതും. പക്ഷേ ഇതിൻ്റെ പിന്നിൽ നാം ഒരു പരമാർത്ഥ സത്യം ബോധിക്കണം. അത് ഒരു കവി പറയുന്നത് കേൾക്കൂ. പുത്രനുണ്ടായാൽ ഗതിയുണ്ടെന്ന് മർത്യന്മാർ മോഹിച്ചു കൊണ്ടാടുന്നു. പുത്രനുണ്ടാൽ വിഷപ്പച്ചയനടങ്ങുമോ, എത്രയാണ് അജ്ഞാനം ചിത്രം ചിത്രം. നമ്മളൊന്ന് യുക്തിപൂർവം ചിന്തിച്ച് നോക്കണം. അപ്പോഴാണ് ഇതിൻ്റെ വ്യർത്ഥതാബോധം നമുക്ക് മനസ്സിലാവുക. പുത്രനുണ്ടായാൽ ഗതിയുണ്ടെന്ന്. മക്കളുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല, അവരെ വളർത്തിയാൽ മതി. പിന്നെ നമ്മുടെ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. മരിച്ചുപോയാൽ നമ്മുടെ ജീവനെ ഉയർത്താൻ മക്കളുടെ ശേഷക്രിയകൾക്ക് കഴിയും എന്ന് ധരിച്ചു വച്ചിരിക്കുന്നു. അവിടെ നാം ചിന്തിക്കേണ്ടേ, പുത്രൻ ചെയ്താൽ അച്ഛന് കിട്ടുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ. അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ അവനവന് തന്നെ അനുഭവിക്കണം. മറ്റൊരാളും അതിൽ പങ്കാളിയാവില്ല. അതിനാൽ താൻ ചെയ്യുന്ന കർമ്മം താൻ അനുഭവിക്കണം. പുത്രൻ ഉണ്ടാൽ വിശപ്പച്ചയനടങ്ങുമോ? പുത്രൻ നന്നായി ചോറുണ്ടു, അച്ഛൻ്റെ വിശപ്പടങ്ങുമോ? അച്ഛൻ്റെ വിശപ്പടങ്ങണമെങ്കിൽ അച്ഛൻ തന്നെ ഉണ്ണണം. അച്ഛനുണ്ടാൽ മക്കളുടെ വിശപ്പും അടങ്ങുകയില്ല. അതിനാൽ അവനവൻ തന്നെ അവനവൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്തേ പറ്റൂ. അത് മാത്രമേ തനിക്ക് ലഭിക്കുകയുള്ളൂ എന്നതൊരു വാസ്തവമല്ലേ? അതിനാൽ നാം വളരെ ശ്രദ്ധയോടുകൂടി യുക്തിപൂർവം ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. പുത്രനുണ്ടായാൽ ഗതിയുണ്ടെന്നു മർത്യന്മാർ മോഹിച്ചു കൊണ്ടാടുന്നു. മക്കളുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഗതിയായി. ഇതാണ് മനുഷ്യരുടെ ധാരണ. അതുകൊണ്ട് എനിക്കിനി എങ്ങനെയും ജീവിക്കാം, എന്തുമാവാം. പക്ഷേ അതുകൊണ്ട് ഗതി കിട്ടുകയില്ല. തനിക്ക് ഗതി കിട്ടണമെങ്കിൽ തൻ്റെ സ്വരൂപം എന്താണ് എന്നും അതിന് ഇന്ദ്രിയങ്ങൾ നിയന്ത്രണം അനിവാര്യമാണ് എന്നും എല്ലാം ധരിച്ച് അതിനനുസരിച്ച് ഒരു ജീവിതം നയിച്ചാൽ മാത്രമേ തൻ്റെ സ്വരൂപത്തെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതൊരു മക്കൾ ചെയ്താൽ അച്ഛന് കിട്ടില്ല, അച്ഛനോ അമ്മയ്ക്കോ കിട്ടില്ല. അവനവൻ ചെയ്യുന്നത് മാത്രമേ അവനവനുള്ളൂ. പുത്രനുണ്ടായാൽ ഗതിയുണ്ടെന്നോ മർത്യന്മാർ മോഹിച്ചു കൊണ്ടാടുന്നു. പുത്രനുണ്ടാൽ വിഷപ്പച്ചയനടങ്ങുമോ, എത്രയാണ് അജ്ഞാനം ചിത്രം ചിത്രം. ഇതൊക്കെ മനുഷ്യൻ്റെ അജ്ഞാനത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഇത്തരത്തിലെല്ലാം പറയുന്നത്. മക്കളുണ്ടാൽ അച്ഛൻ്റെ വിശപ്പടങ്ങില്ല. അതുപോലെ അച്ഛനിവിടെ നല്ല അച്ഛന് വേണ്ടി മക്കൾ ഉത്കൃഷ്ടമായ കർമ്മം ചെയ്താൽ അതവിടെ മക്കൾക്കും ലഭിക്കുകയില്ല. അത് അച്ഛൻ ചെയ്താൽ മക്കൾക്കോ, മക്കൾ ചെയ്താൽ അച്ഛനോ ലഭിക്കില്ല. അവനവൻ ചെയ്തത് മാത്രമേ അവനവനെ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് നാം വളരെ ശ്രദ്ധയോടുകൂടി മറക്കാതെ മനനം ചെയ്യേണ്ട ഒരു സുഭാഷിത രത്നമാണ്. പുത്രനുണ്ടായാൽ ഗതിയുണ്ടെന്ന് മർത്യന്മാർ മോഹിച്ചു കൊണ്ടാടുന്നു.
പുത്രനുണ്ടാൽ വിശപ്പ് അച്ഛനടങ്ങുമോ? എത്രയാണ് അജ്ഞാനം ചിത്രം ചിത്രം.